ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചൂണ്ടിയിടാനാണല്ലോ. സ്റ്റിക്കും കൊണ്ട് ചൂണ്ടിയിടാം. അന്ന് ഒടിഞ്ഞ സ്റ്റിക്കാണ്. അപ്പോൾ അതിൽ കുറേ ടേപ്പൊക്കെ കൊത്തി കുറച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുളത്തേക്ക് വന്നിട്ടുണ്ട്. കുറേ വലയിട്ടിട്ടില്ല. ഒരു ദിവസമായി നമ്മൾ വലയിട്ട് മറ്റുള്ള കുറച്ച് തിരക്ക് കാരണം വലയൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ചൂണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് മീൻ പിടിക്കാൻ. അപ്പോൾ അത്രത്തോളം മീൻ കിട്ടുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ കെട്ടാനെടുക്കുന്ന ലൈവായി കെട്ടുന്നു കേട്ടോ. നമ്മൾ കെട്ടിയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലൈവ് ചെയ്താൽ കെട്ടാനെടുക്കുന്ന നരമ്പാണ് കേട്ടോ. അത് ചെറിയ ഇതിൽ ഒരുപാട് വലിപ്പമുള്ള പോട്ടയില്ല. അത് കാരണം നമ്മൾ ചെറിയ നെയ്സ് നരമ്പ് എടുത്തിരിക്കുന്നത്. ഇതാ കൊക്കിയും ചെറിയ കൊക്കിയോട് കൊണ്ട് വന്നിരിക്കുന്നത്. പൊടിക്കൊക്കിയാണ് നമുക്ക് കെട്ടാൻ പോകുന്നത്. ഏറ്റവും ചെറുത് പറഞ്ഞാൽ ചെറുത് 0. നമ്മൾ വലിയ മീനില്ലാത്ത കാരണം ഈസി ആയിട്ടാണ് കെട്ടുന്നത് കേട്ടോ. വെറുതെ ഒരു ചുരുക്കം മാത്രം ഇടുക. ഉള്ളിൽ കൂടിയിട്ട് ഒരു കുരുക്കാൻ മാത്രം ഇടുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വലിയ മീനില്ലല്ലോ, കൊക്കി കൊട്ടാൻ ചാൻസ് ഇല്ല. കെട്ടിക്കഴിഞ്ഞു നമുക്കിത് കാച്ചി കളയണം. അത് കത്തിച്ച് കളയണം. ഇത് കത്തിച്ച് ഉരുക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്യുന്നത് കാരണം കൊക്കി റെഡി ആയിട്ട് നമ്മൾ ഒരെണ്ണം കൂടി കെട്ടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡബിൾ കൊക്കിയാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, സിംഗിൾ അല്ല കേട്ടോ. ഈ സാധനത്തിൽ ഓട്ടയിട്ട് കെട്ടാൻ പറ്റില്ല. അപ്പോൾ റൗണ്ട് അടിച്ച് കെട്ടണം. ഇല്ലെങ്കിൽ കൊക്കി ടൈപ്പ് വ്യത്യാസമാണോ അല്ലേ? വ്യത്യാസമുണ്ട്. ഇത് പൊടി കട്ടായതുകൊണ്ട് ഷാർപ്പായി കട്ടിയില്ലെങ്കിൽ ഊരിയും കൊണ്ട് പോകും. നമ്മൾ കെട്ടുമ്പോൾ കെട്ടാൻ അറിയുന്ന പോലെ കട്ടിയില്ലെങ്കിൽ മീൻ പെട്ട് വലിച്ചതും ഊരിയും കൊണ്ട് പോകും. ഊരാത്ത വിധത്തിലാണ് നമുക്ക് കെട്ടുന്നത് കേട്ടോ. അത് ഓട്ടയിലിട്ട് കെട്ടുന്ന പോലെ കെട്ടുകയില്ല. ഇത് കണ്ട, അതിൽ ഓട്ടയില്ലതാ. 2 ഓക്കയാണ് നമുക്ക് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നിലൊന്ന് ഓട്ടയുണ്ട്, ഇതിൽ ഓട്ടയില്ല. എന്താ ചെറുത് അതിനെക്കാട്ടി ഇത്തിരി വലുതാണ്. 2 ഓക്കയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കെട്ടാൻ. 2 കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കുറച്ചതാ ഈ ഹൈറ്റിലും അതിന് താഴെ വേറെ ഓക്ക് അതിനെയും വെച്ച് താഴത്തിലും കെട്ടിയിട്ടുണ്ട് കേട്ടോ. പീലി എടുത്തിട്ടുണ്ട്, പീലി കെട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ലെങ്ത്തിൻ്റെ ഹൈറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടാൻ, അതിനനുസരിച്ച് നമ്മൾ പീലിയും കെട്ടണം കേട്ടോ. ഇതാണ് 2 ലെങ്ത്തിലാണല്ലേ കൊക്കി? 2 ഓക്കിൽ 2 ലെങ്ത്തിലാണ്. അതായത് അടുത്തടുത്ത് കെട്ടാൻ പറ്റില്ല, മീൻ കിട്ടില്ല. ഒരെണ്ണം എന്താ ഒരുവിധം ഹൈറ്റിൽ അതിനും വെച്ച് താഴെ ഒരു ഹൈറ്റിൽ താഴെയും കെട്ടി. അങ്ങനെ 2 ഓക്കി നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട തോന്നുന്നു. നമുക്ക് പഠിക്കാനുള്ള സ്ഥലവും വേണ്ടേ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് മണ്ണിരയാണ് കേട്ടോ. മണ്ണിര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മണ്ണിര നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇട്ടോടനെ കൊത്തിയാ ആദ്യത്തെ മീനാണ് ഇന്നത്തെ പാരല്. അതെ, കൊത്തുന്നുണ്ട് അല്ലേ? മിസ്സായില്ലേ? ആ അങ്ങനെ കൊണ്ടുപോകുന്നു അല്ലേ അത്? അതെ, പോയി ആടെ വാ നൈസ് ഓൺ. വാ, കൊത്ത് വരുന്നതേ ഉള്ളൂ അല്ലേ? കൊത്തുണ്ടോ? ആ, പോട്ടെ. ആ, പീലി കളർഫുൾ ആയതുകൊണ്ട് നമുക്ക് കാണുന്നുണ്ട് കറക്റ്റായിട്ടേ. മീനുകളെല്ലാം ഉഷാറായി തോന്നുന്നു അല്ലേ? വെറൈറ്റി ട്രിക്കാണ് ബോബേട്ടൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ബോബേട്ടൻ്റെ പരീക്ഷണം വിജയമാവുമോ പരാജയമാവുമോ? നമ്മളെ കളിപ്പിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്.
വരുന്നത് താഴത്തും പോയല്ലോ. അതെ, കിട്ടിയ താഴത്തും പോയി. ആ കണ്ടോടാ സാമി എവിടേക്കാണ്? എടാ പോയിട്ടാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ പല്ല നല്ല നൈസ് പല്ല്, നൈസ് പല്ലോ. അയ്യോ എന്താ കളി. ആ പൊടിക്കൊക്കെ നല്ല കറി വെക്കാൻ സൂപ്പറാണ് പരല്. അതെ, വെയിറ്റിങ്ങിലാണ്. ഓ പക്ഷെ മിസ്സായിപ്പോയല്ലോ. അതും പോയോ? അയ്യോ, ഇതെന്ത് മീനാണ്? പകിരി. അത് പരല്, ഇത് പകിരി. നമ്മുടെ പൊട്ട് കുത്തിയ മീൻ, പൊട്ട് താഴെ പൊട്ട്. ഓ ഇത് വെറൈറ്റി ആണല്ലോ. എന്ത് മീനാണത്? പകിരി പകിരി. ഓക്കെ ഓക്കെ. പരല് നോക്കാം. മിസ്സായാലും നോക്കാൻ പറ്റും. നോക്കാം. എൻ്റെ രൂപത്തിൽ അത് പല്ലാണ്. നമ്മുടെ ആൾ തന്നെ, പരൽ തന്നെ അത്. നോക്കണേ. ഓ എൻ്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയിരിക്കുന്നു. അട്ടർ ഫ്ലോപ്പ്. എവിടെ സൈസാണ് പക്ഷെ പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ. ഒരു മീനിന് വരാം കാലിയായില്ലേ? പക്ക പ്രഡിക്ഷൻ ബോബേട്ടൻ. അതെ, വാ ഈസി വൺ. അതെ അതെ, നൈസായിരുന്നു അല്ലേ അത്? എവിടാ മീനെ കാണിക്കും? പിടിച്ച് വിട്ടാൽ പോകും, കുഴപ്പമില്ല. ആ ഓക്കെ. വലിക്കുമ്പോൾ തന്നെ അറിയണ്ട പോട്ടയുന്നത്. പോട്ടൻ്റെ ഗുണമാണല്ലേ. നന്ദിയുള്ളവനാടാ. സൈസുകളാകുമ്പോൾ ഒന്നും കൂടി സുഖമാണ് വലിച്ചിട്ട് കൊണ്ട് കാണാനേ. ആ പോട്ടയാണെങ്കിലേ നല്ല സുഖമാണ് പറയാം. ഏത് മീനാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ബോബേൻ്റെ പ്രഡിക്ഷൻ തെറ്റണോ എന്ന് എനിക്ക് കാണണം. പലരും എക്സ്പേർട്ടാണെന്നുള്ള പേര് വേണമെങ്കിൽ പ്രഡിക്ഷൻ കറക്റ്റായിരിക്കണം. തയ്യാറെടുപ്പില്ല നിൽക്കണം അല്ലേ? ആ കളിപ്പിക്കുന്ന നമ്മുടെ ആളായിരിക്കുമോ പരല്? വിട്ടതും കൊത്തിയിട്ട് വലിക്കുന്നതാണെങ്കിലും പരല്. ഇത് കുറേ നേരം നിർത്തിയിട്ട് കൊത്തിയല്ലേ, വലിച്ചതല്ലേ, തന്നെ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ പൂഴാനായിരിക്കും. രണ്ടിലേക്ക് അതെങ്കിലും ഒന്നായിരിക്കും. നോക്കാം, നമുക്ക് പറയായിരുന്നു തന്നെയായിരുന്നു. ഇത് ഉറപ്പായി പിടിച്ചിരിക്കും ഞാൻ മീൻ കേട്ടോ. വലിച്ചിട്ട് ഞാൻ പിടിക്കാം. അത് ഒത്തി വലിച്ച പിടിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല, നമ്മുടെ മിസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ മീൻ, കുറേ നേരമായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മത് പിടിച്ചിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. കാണാം, കണ്ടറിയാം. നോക്കാലോ. നോക്കാം. വാക്ക് വലിച്ചിരിക്കാണ്. അഭിമാന പ്രശ്നമായി പോയി. പിടിച്ചിരിക്കും നമ്മളാരാ മോൻ? ബോബി മോൻ. ബോബേട്ടൻ വാക്ക് വലിച്ചിരിക്കാണ്. അപ്പോൾ ഒരെണ്ണം തൂക്കിയെടുത്തിട്ടുണ്ട്. ബോബേട്ടാ വീണ്ടും വീണ്ടും വാക്ക് തരാൻ പേടിയുണ്ടാ? നമുക്ക് ഒരു പേടിയില്ല, നമ്മളാ മീൻ പിടിച്ചിരിക്കുന്നു. നമ്മൾ വലിച്ചുകൊണ്ടേ. കിട്ടിയില്ലേ? കിട്ടി. ഫുൾ മീൻ പിടുത്തന്നെ. മീനോ മീൻ അത്യാവശ്യം നല്ല സൈസാണ് അല്ലേ ഇത്? അപ്പോൾ നമ്മൾ 4-5 തവണ അങ്ങനെ പൊക്കിയതിൽ പോട്ടമീനെ വന്നിട്ടുള്ളൂ. അതെ, അതെ പല്ല്. അതെ, പല്ല് ബോബേട്ടനെ കണ്ട് പേടിച്ചോടി എന്നാണ് പറയണത്. അതെ, ബോബി എന്ന് പേര് കേട്ട ഉടനെ ഓടി. ക്ഷമ പരീക്ഷിക്കുകയാണ്. അടിയിൽ പോയി തല്ലി പിടിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇട്ടിരിക്കണം. വേണ്ടാവുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അടിയിൽ പോയി തല്ലി പിടിക്കും. പിടിച്ച് നിർത്തിയിട്ട് പിടിക്കടാ പറഞ്ഞ് പിടിക്കും. കോട്ടയം പറഞ്ഞ് പിടിച്ചാൽ പറഞ്ഞപ്പോൾ വലിച്ചു പോകും. ആ പോയാ? ഓ ഇല്ല ഇല്ല ഇല്ല, ഗുഡ് ഗുഡ്, സബാഷ് സബാഷ്. വായി കേട്ടുള്ളൂ, വലിച്ചിട്ട് പോകണം. അതായത്
വലയിട്ട് പിടിക്കുന്നത് T20 ബോബേട്ടാ, പക്ഷെ ചൂണ്ടിയിട്ട് പിടിക്കുന്നതാണ് ടെസ്റ്റ്. വലയിട്ട് ആർക്കും പിടിക്കാമല്ലോ. കുളത്തിൽ മീൻ അത്യാവശ്യമുള്ള കുളത്തിൽ ഒരാൾ സാധാരണ ഒരു അറിയാത്ത അളവ് കൊണ്ട് വലയിട്ടാലും മീൻ പെടും. അതങ്ങനെയാണല്ലോ. പക്ഷെ ചൂണ്ടിയുള്ള വരങ്ങല്ല, ക്ഷമ ഏറ്റവും കൂടുതൽ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പൊ ക്ഷമയോടെ നിൽക്കണം. ഒരു 10 മിനിറ്റ് കിട്ടില്ല. അതെ അതെ, ഏത് കുളത്തിലാണെങ്കിലും വന്നും കൊണ്ട് പിന്നെ വളർത്താൻ പറ്റുന്നതാണ്. കുളത്തിൽ വന്നും കൊണ്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല ഇല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്താണ്, വളർത്താൻ പറ്റ കുളമല്ലല്ലോ. 1 മണിക്കൂർ കാത്തിരിപ്പിക്കേണ്ടി വരും. 10 മിനിറ്റ് മതി മീൻ കിട്ടാൻ. 10 മിനിറ്റ് മതി. നല്ലൊരു മീൻ കൂട്ടം വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി മീൻ കിട്ടാൻ. പക്ഷെ 10 മിനിറ്റിന് വേണ്ടിയിട്ട് നിൽക്കണം. ചിലപ്പോൾ ഒരു ദിവസം ഒന്നും കിട്ടില്ല. ചിലപ്പോൾ വന്നിട്ടൊന്നും ഒരു ദിവസം ചാകരയായിരിക്കും. ഓരോ ദിവസത്തിന് സമയമാണ്. അപ്പൊ ചൂണ്ടിയിടാൻ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ക്ഷമയുണ്ടെങ്കിലേ ചൂണ്ടിയിടാൻ നടക്കുള്ളൂ. ക്ഷമയില്ലാത്തവൻ ചൂണ്ടിയിടാൻ പോയാൽ അതോടെ നിർത്തും. ഗോവിന്ദാ ഗോവിന്ദാ, ചൂണ്ടിയിടൽ നിർത്തും. അയ്യോ എനിക്ക് വയ്യടാ, ഞാൻ പിന്നെ വിളിച്ചാൽ പറയും അയ്യോ ഞാൻ ചൂണ്ടിയിടാല്ലേ എനിക്ക് വയ്യടാ പറയും. അതെ അതെ, നമ്മൾ ഓരോ പ്ലേസുകളും മാറി മാറി ട്രൈ ചെയ്യണം അല്ലേ ബോബേട്ടാ? ആരും സഞ്ചരിക്കാത്ത രീതികളിലെല്ലാം ബോബേട്ട സഞ്ചരിക്കും അല്ലേ ബോബേട്ടാ? നൈസ്, തകർത്തു പോയിട്ടാ, തകർത്തു. ഇത് നമ്മളെ ഇപ്പം നോക്കട്ടാ, ഇതാണ് മൊത്തം പ്രതീക്ഷ. ഇങ്ങനെയുള്ള അയ്യോ പിടിക്ക് പിടിക്ക് കോട്ടെ. ഈ കോട്ട എന്നെ നമ്മൾ വിടാൻ പറ്റില്ല, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് അറിയിക്കണം. ഇതാണ് നമ്മുടെ റിസ്ക്. ആ മാങ്കൊമ്പുകളിലൊക്കെ തടഞ്ഞ് നമ്മുടെ അതെ അതെ കൊക്കി വെട്ടിരിക്കുകയാണത്. കൊമ്പ് പൊട്ടിച്ച് അവർ അങ്ങനെ തന്നെ സൈഡ് ഇട്ടിരിക്കുകയാണ്, എടുത്ത് കളഞ്ഞിട്ടില്ല. നമുക്ക് ഒരുപാട് സൈഡ് ഇടുന്നതോറും നമുക്ക് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടി പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ പൊട്ടിപ്പോവും. അതെ, ഇപ്പൊ എടുത്ത പിടിച്ച പൊങ്ങിയ മീനാണ്. നമ്മൾ ചാകരയാക്കും. കിട്ടിയെന്നാണ് പറയണത് ബോബേട്ടൻ. വെയിറ്റിംഗ് ആണ്. ഇല്ല പോട്ടെ പോട്ടെ, നമ്മൾ പരമാവധി വിട്ടുകൊടുക്കും. നമ്മൾ ഇനി വെട്ടിക്കാൻ പറ്റില്ല, വെട്ടാൻ പറ്റില്ല. വെട്ടത് എങ്ങനെയാണ് നോക്കിയിട്ട് വേണം വെട്ടണം. തിരിച്ചും മറിച്ചും വെട്ടണം. അയ്യോ ഗ്രേസ്ഫുൾ വെട്ടിയെടുക്കും. കൊത്തല് കണ്ടില്ലേ? പറയും ബോബേട്ടാ, തൂക്കിയെടുത്തു. എന്ത് പറയാനുണ്ട്, തൂക്കിയെടുത്തു എന്നാണ്. എന്നാ പിന്നെ വാശി. ഇത് എന്നെ കളിപ്പിക്കാനുള്ള കൊത്തലാണ്, ഇത് മീൻ കിട്ടാനുള്ള കൊത്തലല്ല. എന്നെ കളിപ്പിക്കാനുള്ള കൊത്തലാണ്. ക്ഷമയോടെ നോക്കുന്ന ബോബേട്ടൻ. എന്നോട് നല്ല കൊത്തു കൊത്തുണ്ട്. നല്ല കൊത്തലുണ്ട്. മിസ്സായി. ഓ നൈസ് നൈസ്. എന്താ ഭംഗിയല്ല മീനെ കാണാൻ. ബാക്കിലോട്ടതല്ലേ പേട്ടയ്ക്കിന് ചന്തം കണ്ടോ, എന്താ ചന്തല്ല. മീൻപിടുത്തം മതിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യ രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാലത്ത് വന്നാണ്, ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കുക്ക് ചെയ്യാൻ പോകണം. ഇപ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ പോകണം. കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മൾ അത് വിഷപ്പോടെ തന്നെ അങ്ങനെ നിൽക്കണം. ഇതിൻ്റെ എപ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ പോകണം. ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ പോകണം. ഓക്കെ.